ഗേൾസ്, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീ ഭാമ SB. മക്കളെ, മിസ് വന്നിട്ടുള്ളത് എന്റെ മക്കൾക്ക് വളരെ യൂസ്ഫുൾ ആകുമെന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാ മക്കളും ഭയങ്കര ഡൗട്ട്ഫുൾ ആയി ചോദിക്കുന്നതും ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു ചാപ്റ്ററുമാണ്, അതേപോലെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് എന്ന ചാപ്റ്റർ അല്ലേ, കുറച്ച് വൈഡ് ചാപ്റ്റർ ആണ്. അപ്പൊ തന്നെ ഏതൊക്കെ ഇമ്പോർട്ടന്റ്, എന്തൊക്കെ അതിൽ പഠിക്കേണ്ടതെന്നുള്ള സ്റ്റിൽ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡാൽട്ടൺസ് അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതുമാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പോർഷനുമാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പലരും പറയുന്നു, പക്ഷെ നമുക്ക് സിമ്പിൾ ആക്കാം. റെഡി? അപ്പൊ ഡാൽട്ടനെ നോക്കൂ. ഡാൽട്ടനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ജോൺ ഡാൽട്ടൺ വാസ് ബോൺ ഓൺ എ പുവർ വീവർ ഫാമിലി ഇൻ ഇംഗ്ലണ്ടിലാണ്. 1766 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരു ടീച്ചർ ആയിട്ടായിരുന്നു. ആൻഡ് 7 years ലേറ്റർ പ്രിൻസിപ്പൽ ആയിട്ട് മാറി. അതിനുശേഷം എന്ത് ചെയ്തു, അദ്ദേഹം റിസർച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഡാൽട്ടന്റെ അറ്റോമിക് തിയറി വന്നു. അതാണ് അദ്ദേഹത്തിന്റെ ടേണിംഗ് പോയിന്റ് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടല്ലോ, അതേപോലെ എന്താ പറയാ, ഡാൽട്ടന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ അറ്റോമിക് തിയറി എന്ന് പറയുന്നത്. എന്താണ് ഡാൽട്ടൺ പറഞ്ഞ അറ്റോമിക് തിയറി നമുക്ക് നോക്കാം. അത് ടോട്ടൽ പറയുന്നത് 1 2 3 4 5 6 പോസ്റ്റുലേറ്റ്സ് ആണ് മൊത്തത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് നിങ്ങൾ വെറുതെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ബൈഹാർട്ട് പഠിക്കുന്നതിനേക്കാൾ മനസ്സിലാക്കി സിമ്പിൾ ആയിട്ട് പഠിച്ചാൽ എല്ലാം ഈസിയാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ കാര്യങ്ങളും വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു വരാം. നോക്കിക്കോ, എന്താണ് ഫസ്റ്റ് വൺ? ഓൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വെരി ടൈനി പാർട്ടിക്കിൾ കോൾഡ് ആറ്റം എന്ന് പറഞ്ഞു. ഞാൻ ജസ്റ്റ് ആദ്യം വായിക്കാം കേട്ടോ, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആറ്റംസ് ആർ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ വിച്ച് cannot be created, not be destroyed. Atoms of given element are identical in mass and chemical properties പറഞ്ഞു. Atoms of different element having different masses and chemical property എന്ന് പറഞ്ഞു. Atoms combine in the ratio small whole number to form compound. Last one, the relative number and kind of atoms are constant in a given compound. ഇങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്റെ മിസ്സേ ഒന്നും മനസ്സിലായില്ല എന്ന് വിചാരിക്കും. അത് മനസ്സിലാക്കാനാണ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. അതും പഠിക്കേണ്ടത് മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിളാണ്. അപ്പൊ നോക്കാം. ഓൾ മാറ്റർ ആർ മെയ്ഡ് അപ്പ് ഓഫ് വെരി ടൈനി പാർട്ടിക്കിൾ കോൾഡ് ആറ്റം അല്ലേ. അത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടും എല്ലാ സാധനങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ഏറ്റവും കുഞ്ഞനായിട്ടുള്ള സാധനമായിട്ടുള്ള ആറ്റങ്ങൾ കൊണ്ടാണ്. മിസ്റ്റർ ഈ ഒരു പെൻ എടുത്താൽ അതിൽ കോടിക്കണക്കിന് മില്യൺ ഓഫ് ആറ്റംസ് ആണ് ഉള്ളത്. മിസ്റ്റർ ഫോൺ എടുത്താൽ അതിന് കോടിക്കണക്കിന് മില്യൺ ഓഫ് ആറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ ഇതൊന്നും നമുക്ക് കണ്ണോട് കാണാൻ പറ്റാത്ത അത്രയും കുഞ്ഞനായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട് ഇല്ലേ. അപ്പൊ അതിൽ നമുക്ക് സംശയമൊന്നുമില്ല. മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എനിത്തിങ് ദാറ്റ് ഒക്കുപൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ്. സ്ഥിതി ചെയ്യാൻ ഇത്തിരി സ്ഥലമുള്ളത്, മാസ് ഉള്ള എല്ലാത്തിനെയും മാറ്റർ എന്ന് പറയാം. മിസ്സിന്റെ പെൻ ഒരു മാറ്റർ ആണ്, കാരണം ഇതിനൊരു മാസ് ഉണ്ട്, ഇരിക്കാൻ സ്പേസ് ഉണ്ട്. ഇതിന് മാസ് ഉണ്ട്, സ്പേസ് ഉണ്ട്. അപ്പൊ ഇത് മാറ്റർ, ഇത് മാറ്റർ, അതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് മാറ്റർ ഉണ്ട്. അതിനെല്ലാം കോമൺ ആയിട്ടുള്ള ഏറ്റവും കുഞ്ഞനായിട്ടുള്ള ആള് ആറ്റം. രണ്ടാമത്തേതോ, atoms are indivisible particle which cannot be created nor be destroyed in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനില് ആറ്റം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കുഞ്ഞനായിട്ടുള്ള ഇൻഡിവിസിബിൾ ആയിട്ടുള്ള, ഇനിയും അതൊരു ബുദ്ധിമുട്ടാണ് ഡിവിസിബിൾ ചെയ്യാനെന്ന് പറയുന്നു. അതേപോലെ തന്നെ അതിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പറ്റില്ല എന്നും പറയുന്നുണ്ട്. വളരെ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു കേക്ക് ഉണ്ടാക്കുകയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവും? മൈദ ഉണ്ടാവും, കോൺഫ്ലോർ ഉണ്ടായിരിക്കാം, ഷുഗർ ഉണ്ട്, കൊക്കോ പൗഡർ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, കേക്ക് ഉണ്ടാക്കുക അല്ലേ. അപ്പൊ എടുക്കുന്ന സാധനങ്ങൾ എന്തോ അത്രയും പ്രോഡക്റ്റ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ കേക്കിനകത്ത് ഉണ്ടാവുക. അല്ലാണ്ട് കൂടുതലോ കുറവോ ഉണ്ടാവില്ല. എന്തോ ഒരു സാധനം എടുത്തോ അതിനനുസരിച്ച് കേക്ക്. അതേപോലെ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അതിനകത്ത് ഉണ്ടാവുന്ന ആറ്റങ്ങൾ എന്തോരാണോ അതിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. എത്ര എടുത്തോ അത്രയും തന്നെ ആയിരിക്കും പിന്നീട് ഉണ്ടാവുക എന്നുള്ള രീതിയിലാണ് അതിൽ പറഞ്ഞത്. പിന്നെ ആറ്റത്തിനെ ഡിവിസിബിൾ ചെയ്യുക, ഇനിയും അതിനെ കുഞ്ഞാക്കുക പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്നും ഡാൽട്ടൺ പറഞ്ഞു കേട്ടോ. ഡാൽട്ടൺ പറഞ്ഞ കാര്യമാണ്. അതിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊക്കെ പിന്നീട് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ പറഞ്ഞ പോസ്റ്റ്ലേറ്റ്സിൽ പഠിക്കേണ്ട കാര്യം ഇതാണ്. അടുത്തത്, ആറ്റംസ് ഓഫ് ഗിവൺ എലമെന്റ് ആർ ഐഡന്റിക്കൽ ഇൻ മാസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഒരു എലമെന്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള എല്ലാ ആറ്റങ്ങളും ഐഡന്റിക്കൽ ആയിരിക്കും അതിന്റെ മാസിന്റെ കേസിലും കെമിക്കൽ പ്രോപ്പർട്ടിയുടെ കേസിലും. എക്സാമ്പിൾ പറഞ്ഞ, നമ്മൾ കുറച്ച് നിലക്കടല എടുത്തു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് ഗ്രീൻ ഗ്രാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഗ്രീൻ ഗ്രാം വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗ്രീൻ പീസ് നിങ്ങൾക്ക് എടുക്കാം, എന്തോ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനം എടുത്തു. ഈ പച്ചപ്പട്ടാടി അല്ലെങ്കിൽ ഗ്രീൻ പീസ് എന്ന് പറയുന്ന സാധനത്തില് എല്ലാം ഒരേപോലെയാ അല്ലെ. അപ്പൊ അതിൽ വ്യത്യസ്തമായിട്ടൊന്നുമില്ല. ഇവിടുന്ന് എടുത്താലും പച്ചപ്പട്ടാണി, ഇവിടുന്ന് എടുത്താലും ഗ്രീൻ പീസ്, ഇവിടുന്ന് എടുത്താലും ഗ്രീൻ പീസ്. അപ്പൊ അത് ഐഡന്റിക്കൽ ആണ്. അത് ഏകദേശം കാണാൻ ഒരുപോലെ ഇരിക്കുന്നത്, അതിന്റെ മാസ് ഏകദേശം ഒരുപോലെയാണ്. അതിന്റെ പരിപാടി എന്താ,
അതുണ്ടാക്കുമ്പോൾ അതിൻ്റെ അതേ ടേസ്റ്റുള്ള സാധനവും നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഒരു ഇതിനകത്ത് ഒരു എലമെന്റിനകത്ത് പറയുകയാണെങ്കിൽ ഇതേപോലെയാണ് ആറ്റങ്ങളുടെ കേസ്. ഐഡന്റിക്കൽ ആണ്, എല്ലാം കാണാൻ ഒരുപോലെ ഇരിക്കുന്നു. അതിന്റെ മാസ് വൈസ് ആണെങ്കിലും അതിന്റെ കെമിക്കൽ പരമായിട്ടുള്ള റിയാക്ഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അനുസരിച്ചാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ അതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. റെഡി? 4, atoms of different element having different masses and chemical properties. അടുത്തത് ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സ് ആണോ, അപ്പൊ അതിൽ ഒരുപോലെയാണ് ഇരിക്കാന്നാണ്. എടാ മക്കളെ, ഇതൊക്കെ എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാണ്. ഇത് പോയി എക്സാമിന് എഴുതരുത് കേട്ടോ, സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതി വെക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് മിസ് എക്സാമ്പിൾ വെച്ചിട്ടുള്ളത്. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ മിക്സ്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്? ചില സ്ഥലത്ത് പൊട്ടുകടലുണ്ട്, ചില സ്ഥലത്ത് കടല, കറിവേപ്പില, മിക്സ്ചറിന്റെ മറ്റേ നൂല് പോലെയുള്ള വലിയ സാധനം. അപ്പൊ ഇവിടുന്ന് ചിലപ്പോൾ എടുത്താൽ നിങ്ങൾക്ക് ആ ടേസ്റ്റ് കിട്ടും, ഇപ്പുറത്തുനിന്ന് എടുത്താൽ പൊട്ടുകടലയുടെ ടേസ്റ്റ് കിട്ടും, ഇപ്പുറത്തെടുത്താൽ കടല ടേസ്റ്റ് കഴിയും. അപ്പൊ പലയിടത്തും പല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വെച്ചേക്കാണ് മിക്സ്ചർ എന്ന് പറഞ്ഞ സാധനം. അതുപോലെയാണ് ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്. അപ്പൊ ഹൈഡ്രജൻ ഞാൻ എടുത്തു, ഓക്സിജൻ ഞാൻ എടുത്തു, രണ്ടും വേറെ വേറെ എലമെന്റുകളാണ്. അപ്പൊ അതിനകത്ത് ഉണ്ടാവുന്ന ഈ പറഞ്ഞ ആറ്റങ്ങളുടെ മാസും അതേപോലെ കെമിക്കൽ പ്രോപ്പർട്ടിയും ഡിഫറെന്റ് അല്ലേ? ഹൈഡ്രജന്റെ പോലെ ഹൈഡ്രജനേ ഉള്ളൂ, ഓക്സിജന്റെ പോലെ ഓക്സിജനേ ഉള്ളൂ, ഒരിക്കലും ഹൈഡ്രജൻ ഓക്സിജൻ ഒന്നല്ല. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സിലെ ആറ്റങ്ങളുടെ മാസം അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയും എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ മിക്സ്ചറിലെ പല പല സാധനങ്ങളിലെ ടേസ്റ്റ് പോലെ. റെഡി? അപ്പൊ 4 ക്ലിയർ ആയേ? 5 നോക്കാലോ. ആറ്റംസ് കമ്പൈൻ ഇൻ ദ റേഷ്യോ സ്മോൾ ഹോൾ നമ്പർ ടു ഫോം എ കോമ്പൗണ്ട്. ആറ്റങ്ങൾ കമ്പൈൻ ചെയ്യും എന്തിനു വേണ്ടിയിട്ട്? കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ സംയുക്തങ്ങളാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, അതിൽ കാർബണും ഓക്സിജനും ഉണ്ട് അല്ലെ, അവർ മിക്സ് ചെയ്തിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ്. വാട്ടർ എടുത്ത് നോക്കുക, ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്, H2O അല്ലേ വാട്ടർ. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട്. അപ്പൊ എലമെന്റ്സുകൾ കൂടി ചേർന്നിട്ടുണ്ട്, അതുപോലെ ആറ്റംസ് ഡിഫറെന്റ് ആറ്റംസ് കൂടി ചേർന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? കോമ്പൗണ്ട് ആവാൻ. പക്ഷെ അവിടെ ഒരു ചെറിയൊരു കാര്യമുണ്ട്, എപ്പോഴും അത് ഹോൾ നമ്പർ ആയിരിക്കും. ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0-നേക്കാൾ മുകളില് 1 2 3 4 5 6 അല്ലേ? ഒന്നുമില്ലെങ്കിൽ 2 ആറ്റംസ്, 3 ആറ്റംസ്, അല്ലെങ്കിൽ 5 ആറ്റംസ്, അങ്ങനെ ഹോൾ നമ്പറിൽ മാത്രമാണ് അവർ കമ്പൈൻ ചെയ്യുക. അത് നമുക്ക് ഉറപ്പല്ലേടാ. കാർബൺ ഡൈ ഓക്സൈഡ് പറയുമ്പോൾ 1 കാർബണും 2 ഓക്സിജനും, H2O പറയുമ്പോൾ 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പോൾ ഹോൾ നമ്പർ അല്ലേ എല്ലാം? 0-ൽ താഴെ -1 -2 എന്നുള്ള ഇതുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹോൾ നമ്പറിന് അനുസരിച്ചിട്ട് അതിന്റെ റേഷ്യോ അനുസരിച്ച് അല്ലെ, ദ കമ്പൈൻ ഇൻ ദ റേഷ്യോ സ്മോൾ ഹോൾ നമ്പർ ടു ഫോം എ കോമ്പൗണ്ട് എന്നാണ് അതിനകത്ത് പറയുന്നത്. അതിൽ തന്നെ ഇവർ കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 2 ഹൈഡ്രജന് 1 ഓക്സിജൻ 2:1. ഇവിടെ 2 ഓക്സിജന് 1 കാർബൺ, അപ്പൊ 1:2. കാർബൺ ഡൈ ഓക്സൈഡ് 1:2. അങ്ങനെ നമ്മൾ റേഷ്യോയിൽ പറയുന്നു. ആ റേഷ്യോ എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കും. 1 2 3 4 അങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത്. 0-ൽ മുകളിലായിരിക്കും. റെഡി? ലാസ്റ്റ് വൺ ആണ് കേട്ടോ. ദ റിലേറ്റീവ് നമ്പർ ആൻഡ് കൈൻഡ് ഓഫ് ആറ്റംസ് ആർ കോൺസ്റ്റന്റ് ഇൻ എ ഗിവൺ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് നിങ്ങൾക്ക് തരികയാണെങ്കിൽ, കോമ്പൗണ്ട് എന്താണെന്ന് അറിയില്ലടാ, 2ഓ അതിലധികമോ എലമെന്റ്സ് കൂടി ചേർന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് എന്ന് പറയാ കേട്ടോ. അത് നിങ്ങൾക്ക് അറിയും, അത് വേറെ കാര്യം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദ റിലേറ്റീവ് നമ്പർ ഓഫ് കൈൻഡ് ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ വാട്ടർ മോളിക്യൂൾ തന്നെ വീണ്ടും എടുക്കാം. H2O എന്ന് പറയുന്ന വെള്ളം എടുത്താൽ അതിനകത്ത് 2 ഹൈഡ്രജനും ആൻഡ് 1 ഓക്സിജനും അല്ലേടാ ഉള്ളത് അല്ലേ? അപ്പൊ ഇത് എവിടുന്ന് നമ്മൾ വെള്ളം എടുത്താലും അത് കോൺസ്റ്റന്റ് ആണ്. അതിനകത്തുള്ള റിലേറ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റാ. 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ എന്നുള്ളത് H2O കേസിൽ കോൺസ്റ്റന്റാ. കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ 1 കാർബണും 2 ഓക്സിജനും ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. എന്നുവെച്ചാൽ മാറ്റമില്ല അല്ലെ? ഒരിക്കലും കാർബൺ ഡൈ ഓക്സൈഡ് CO2 എന്നുള്ള സാധനം ഒരിക്കലും CO എന്നാവില്ല, അതുപോലെ CO3 എന്നാവില്ല. അതിനകത്തുള്ള ആ പറഞ്ഞ റിലേറ്റീവ് നമ്പർ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെ ആറ്റംസ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന് മാറ്റമില്ല എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ 5 കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് പഠിച്ചു. നിങ്ങൾ ഇങ്ങനെ കോൺസെപ്റ്റ് വൈസ് മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾ ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ മിടുക്കരായിട്ട് അത് പഠിക്കുക, സെറ്റ് ആയിട്ട് അത് പഠിക്കുക. ഇതുപോലുള്ള മറ്റ് വീഡിയോസ് ആയിട്ട് ഇനിയും മിസ് വരും. അപ്പൊ അതുവരേക്കും ബൈ. സീരിയസ് ബൈ.